ഹായ് നോക്കൂ, നമ്മുടെ ലുട്ടു പൊന്നിൻ്റെ കാലിൻ്റെ മുറിവ് നന്നായിട്ട് പുറത്തിട്ടുണ്ട് കേട്ടോ. ഇനി എങ്ങോട്ടെങ്കിലും പോകാനും കൂടെ സമ്മതിച്ചാൽ വളരെ സന്തോഷമായി. ഇവിടെ നിന്ന് പോയി കിട്ടാനാണ് പാട്. മുറ്റത്ത് ഇറങ്ങിയാൽ മാമനോ മാമിയോ കാണും. എന്തു ചെയ്യും? എങ്ങോട്ടെങ്കിലും ഒന്ന് കറങ്ങാൻ. എൻ്റെ കാലൊക്കെ ശരിയായിട്ടുണ്ടല്ലോ, ഇനി എങ്ങോട്ടെങ്കിലും ഒന്ന് കറങ്ങിയേ പറ്റൂ. കാലും വയ്യാതെ ഇവളെവിടെ പോകുന്നു? മാമനും മാമി അറിയാതെ പോവുകയാണ് കേട്ടോ. ഈ ചൂട് സമയത്ത് ഇവിടെ എവിടെയെങ്കിലും അടങ്ങിയിരിക്കാനുള്ളത് നോക്കാം. മായുവിന് അവളോട് നല്ല ദേഷ്യമുണ്ട്. എന്താണെന്നറിയോ? ഒരേ ഒരു കുഞ്ഞനിയത്തിയാണേ. എന്തെങ്കിലും സംഭവിച്ചാൽ ആര് നോക്കും? അങ്ങനെ അവൾ ആ കാലിൻ്റെ മുറിവൊക്കെ നോക്കി തടവിയോടെ ഇരിക്കുന്നത് മനസ്സിലാക്കിയ മായു വീണ്ടും ഈ പുല്ലിൽ കിടക്കുകയാണ്. അവൻ കിടക്കുന്നതും ഇരിക്കുന്നതൊക്കെ വളരെ വെറൈറ്റി സംഭവങ്ങളാണ്. അതുപോലെ തന്നെ പിള്ളേർ വെളിയിൽ ഇതുപോലെ റെസ്റ്റ് എടുത്ത് കിടന്നാലേ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ കണ്ടൻ പൂച്ചകളോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് ഉപദ്രവിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതുപോലെ നമ്മുടെ മായു വളരെ പാവം പിടിച്ചവനാണേ. എങ്ങോട്ടും കറങ്ങാനും പോകില്ല, വിളിച്ചാലും വരും. നല്ല സ്നേഹമുള്ളവനാണ്. രണ്ടുപേരും വിളിച്ചാൽ വരും. എന്നാൽ ഈ പെങ്കൊച്ച് ഈ നടന്നു പോകുന്നുണ്ടോ, അത് കുറച്ച് ദൂരോട്ടൊക്കെ പോകാൻ വളരെ ഇഷ്ടമാണ് ഇവക്ക്. ആ കാലുണ്ട് വയ്യെങ്കിലും ഇപ്പോഴെന്ന് പറഞ്ഞാൽ എന്തോ കണ്ടിട്ട് അതിനെ പിടിക്കാൻ പോകുന്നതാണ്. അങ്ങനെ ഈ വീട്ടിൻ്റെ പരിസരം വിട്ടൊക്കെ പോകാനാണ് അവൾക്ക് വളരെ ആഗ്രഹം. ഈ രണ്ട് ചെറുക്കന്മാർ അങ്ങനെ വീട് വിട്ട് പോകത്തില്ല, വിളിച്ചാലും ഓടി വരും. ഓക്കെ, കുഞ്ചുമോളും അമ്മയും എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെല്ലാം. 2 ദിവസമായി മുങ്ങിയിട്ട്. ചോറും കഴിച്ച് മുങ്ങുന്നുമ്പോൾ നമുക്ക് ഓടിച്ചെല്ലാം. മായു ഓടിച്ചെന്നിട്ടുണ്ട് കുഞ്ചുമോളെ കാണാൻ. നോക്കിയേ, അയ്യോ 2 ദിവസമായി മുങ്ങിയിട്ട്. അമ്മയ്ക്കൊരു ചെറിയ പേടി കേട്ടോ, ഈ മൊബൈലിൻ്റെ വെട്ടം കാണുന്നുണ്ടേ. കുഞ്ചിപ്പെണ്ണിതൊന്നും അറിയാതെ എൻ്റെ സുന്ദരി കുട്ടി നല്ല കപ്പെന്നും പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് ചായയാണ് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇവർക്ക് ഇങ്ങനെ കൊടുക്കാറുണ്ട്. അതും വിത്തൗട്ട് ചായയാണ് ഞങ്ങൾ കൊടുക്കാറുള്ളത്. കുഞ്ചിമോള് കണ്ടോ, സുന്ദരി കുട്ടി. അവളുടെ കണ്ണിൻ്റെ ആ കറുപ്പൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. കരി എഴുതിയതുപോലെയാണ് ആ മുഖത്തിൻ്റെ വെട്ടം കേട്ടോ. അവളിനി നോക്കുമ്പോഴാ മുഖം ഒന്ന് ശ്രദ്ധിച്ചോ നിങ്ങൾ. നല്ല കരിമഷി കൊണ്ട് എഴുതിയ സുന്ദരിയെപ്പോലെയാണ് നമ്മുടെ കുഞ്ചു. അത്ര സുന്ദരി കുട്ടിയാണ് കേട്ടോ അവൾ. ഞങ്ങൾക്ക് അവളെ സ്വന്തമായിട്ട് കിട്ടാൻ പറ്റുന്നില്ല. 2 ശത്രുക്കളാണ് ഈ ചായ കുടിക്കുന്നത്. എന്നെ കണ്ടിട്ടാണ് ഈ ഓടി കാണിക്കുന്നത്. നേരെ അമ്മയുടെ അടുത്തേക്ക് പോയി കേട്ടോ. അമ്മ എന്നെ കണ്ടിട്ട് ഇറങ്ങി ഓടിയല്ലോ. ചോറ് നന്നായിട്ട് കഴിച്ചതുമില്ല, അതുകൊണ്ട് ഞാനെടുത്ത് അങ്ങ് താഴെ വെച്ച് കൊടുത്ത് നന്നായിട്ട് കഴിക്കുന്നു. കുഞ്ചുമോക്കും വയറ് നിറഞ്ഞിട്ടില്ല, അവളും കഴിക്കുന്നു. നമ്മുടെ പിള്ളേർക്കൊക്കെ വളരെ സന്തോഷമായി കേട്ടോ. അങ്ങനെ ലുട്ടുവാണ് അടുത്ത് വന്നിരിക്കുന്നത്. ലുട്ടുവും കുഞ്ചുമൊക്കെ നല്ല സ്നേഹിതരാണ്. അവളോട് കളിക്കുകയൊക്കെ ചെയ്യും. നമ്മുടെ പൊന്നുമോൾ ഇരിക്കുന്ന ഇരിപ്പ് കണ്ട. എനിക്ക് ആ കണ്ണാണ് വളരെ ഇഷ്ടം കേട്ടോ. കരിമഷി എഴുതിയതുപോലുള്ള നോട്ടവും നോക്കിയേ, എത്ര സുന്ദരി അല്ലേ. ഇതുവരെ ഞങ്ങൾക്കങ്ങനെ തൊടാൻ പറ്റിയിട്ടില്ല അവളെ കേട്ടോ. അമ്മ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടേ, ആഹാരം കൊടുത്ത് ശരിയാക്കി എടുക്കാൻ പറ്റുന്നില്ല ഈ കുട്ടിയെ. അതുകൊണ്ടാണ് ഞങ്ങളടുത്ത് കൂടുതൽ അടുക്കാതെ മാറി നിൽക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ നല്ല സുന്ദരി കുട്ടിയാക്കി ഞങ്ങൾ എടുക്കുമായിരുന്നു. നല്ല ആഹാരമൊക്കെ കൊടുത്ത് സമയത്ത് ആഹാരം പോലും കഴിക്കാതെ കുഞ്ഞുങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ മായു അണ്ണൻ ഉറുമ്പുകളെ എണ്ണി കൂട്ടുന്നുണ്ട്. ഇവിടെ തനിച്ചിരുന്നിട്ടേ ഉറുമ്പുകളാണ് ഈ നോക്കുന്നത്. അതിങ്ങനെ നടന്നു പോകുന്നതും അങ്ങനെ നോക്കി അതിനെ കൈകൊണ്ട് അടിക്കുകയും അങ്ങനെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മായു അണ്ണന് എന്ത് കണ്ടാലും വളരെ ചിന്തിച്ച് ആലോചിച്ച് നോക്കിക്കൊണ്ടിരിക്കും. അത് ഒരു സ്റ്റൈല് തന്നെ ആയിരിക്കും കേട്ടോ. സാധാ രീതിയല്ല, ഒരു മോഡലായിരിക്കും. ഇപ്പോൾ കണ്ടോ, ഒരു മോഹൻലാൽ സ്റ്റൈലിലൊക്കെ നിന്ന് നോക്കുന്നുണ്ടോ ആ ഉറുമ്പ് നടന്നു പോകുന്നത്. എപ്പോഴും പുതുമകൾ കൊണ്ടുവരുന്ന നമ്മുടെ മായു ഞങ്ങളുടെ ഒരു സ്റ്റാറാണ് കേട്ടോ. അവൻ എന്ത് കാണിക്കുന്നതും വളരെ പുതുമയുള്ള കാര്യങ്ങളായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അവനെ വാരിയെടുക്കാനും തോന്നും. ഇവരുടെ കൂട്ടത്തിൽ ആർക്കുമില്ലാത്ത പുതുമകളാണ് മായു കാണിച്ചു കൂട്ടുന്നത്. അതാണ് ഞങ്ങൾക്ക് വളരെ സ്നേഹം അവനോട് കേട്ടോ. നമ്മൾ പോലും ചിന്തിക്കാത്ത പല വെറൈറ്റി രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് അവൻ കാണിച്ചു വെക്കുന്നത്. അതുപോലെ തന്നെ നന്നായിട്ട് കടിക്കുന്ന ഉറുമ്പാണ് ഇവിടെ ഉള്ളത്. ഞങ്ങളിതിനെ പച്ചറമ്പെന്നൊക്കെ പറയും. അങ്ങനെ ഒരു സൈസ് ഒരു ഉറുമ്പാണ്. ഈ മരങ്ങളിലായിരിക്കും അത് കൂടും കൂട്ടിയിരിക്കുന്നത്. അതിനെയാണ് ഈ തപ്പിത്തടഞ്ഞ് കളിക്കുന്നത്. എന്തോ വളരെ സീരിയസ് ആയിട്ട് ചിന്തിച്ചാണ് അതിനെ നോക്കി അത് നടന്നു പോകുന്നത് നോക്കിയിട്ട് ആ കൈ കൊണ്ട് അടിച്ച് പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത്.
ഒരു കടി കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം മാറാവുന്നതേ ഉള്ളൂ. അങ്ങനെ കാണിച്ചു കൂട്ടുന്നൊരു കുറുമ്പനെയാണ് ഞങ്ങൾക്ക് മായു എന്നൊരു പേരിൽ കിട്ടിയത്. അതുപോലെ വിരുന്നുകാരി അന്വേഷിച്ചവർക്ക് ഇവിടെ കാണാം വിരുന്നുകാരിയെ. നല്ല ഉറക്കത്തിലാണ്. ഇതുപോലെ ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയ പാവം പിടിച്ചത്. നല്ല ഒരു കടിയാണോ അള്ളാണോന്നറിയില്ല. ഞങ്ങളെ കൂടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ കുഞ്ചുമോളും അമ്മയുമാണ്. ആ അമ്മ വാലും പിരിപ്പിച്ചിരിക്കുന്ന രംഗം നിങ്ങൾ കാണുന്നുണ്ടോ? നമ്മളുടെ കണ്ടം പൂച്ച അറിയാലോ, ആ ആളെത്തിയിട്ടുണ്ട്. ആ ആളിനെയാണ് അവളിങ്ങനെ ദൂഷമായി നോക്കുന്നത്. അവനെ ഞാൻ നന്നായിട്ട് കാണിക്കാം. ഞാൻ കുറച്ച് അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഓടും. ഈ കുഞ്ഞുങ്ങളാരും കണ്ടിട്ടില്ല കേട്ടോ. ആ കണ്ടം പൂച്ച കറങ്ങി വന്നിട്ടുണ്ട്. അവനാണ് ഇവിടെ ഭരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇവനെ പിടിച്ച് കെട്ടാൻ ഒരു നിവർത്തിയില്ല കേട്ടോ. ഒരു കല്ലെടുത്ത് പോലും എറിയാൻ പറ്റില്ല. അടുത്ത് കണ്ടില്ലേ വീടാണ്. അങ്ങോട്ടൊക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ കല്ല് പോയി കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്ത് പറയാനാണ്. എങ്ങനെയെങ്കിലും കയ്യിലൊന്ന് കിട്ടിയിരുന്നെങ്കിൽ 2 അടിയെങ്കിലും കൊടുത്തവനെ ഇവിടെ നിന്ന് കടത്താമായിരുന്നു. ഇവൻ ആളൊരു ബലത്ത ആളാണ് കേട്ടോ. എല്ലാവരെയും കടിച്ച് പരിക്കേൽപ്പിക്കുന്ന ആളിനെ നിങ്ങൾ കണ്ടില്ല എന്ന് വിചാരിക്കരുത്. ഇതാണ് ആ ഒറിജിനൽ ആൾ. അപ്പം ഞങ്ങളുടെ പിള്ളേർ ഇതാരും കണ്ടിട്ടില്ല, ആ അമ്മ അല്ലാതെ. കുഞ്ചു, മായു, കുട്ടൂസൻ, ഇവർ 3 പേരുമാണ് ഇവിടെ ഇരുന്ന് കളിക്കുന്നത്. 3 പേരും കണ്ടിട്ടില്ല. കണ്ടു കഴിഞ്ഞാൽ അമ്മമാർ എപ്പോഴും പമ്പ കടന്നെന്ന് ചോദിച്ചാൽ മതി കേട്ടോ. അത്ര പേടിയാണ് ഈ കുഞ്ഞുങ്ങൾക്ക്. കുഞ്ഞുങ്ങളെയൊക്കെ കടിക്കാനായിട്ട് ഓടിച്ചിട്ടുള്ളതല്ലേ, അതുകൊണ്ട് അവർക്കറിയാം. നമ്മുടെ ലുട്ടു അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. അവൾ കണ്ടു കഴിഞ്ഞാലൊക്കെ നന്നായിട്ട് അറിയാം. അവളെ കാലിൻ്റെ പരുക്ക് ഇപ്പോഴും കുറയാതിരിക്കുന്നത് ആ ഇരിക്കുന്നവനെ കാരണമാണ്. പിള്ളേരൊക്കെ പേടിച്ച് ഓടി കേട്ടോ. ഒരു ചെറിയ അനക്കം അവർക്ക് സൂചന കിട്ടിയതേ ഉള്ളൂ. അവരെല്ലാവരും പല വഴിക്ക് ഓടുന്നുണ്ട്. പിള്ളേർക്ക് തന്നെ മനസ്സിലായിരിക്കുന്നത് ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെന്ന്. അങ്ങനെ ഓരോരുത്തർ നമ്മളുടെ അടുക്കള ഭാഗത്തേക്കൊക്കെ ഓടുകയാണ്. കുഞ്ചുമോളും അമ്മയും വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് ആ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കണ്ടൻ പൂച്ച ഈ ഭാഗത്ത് എവിടെയോ ആണ്. അത് അമ്മയ്ക്ക് അറിയാം. അത് നോക്കിയാണ് അമ്മ കിടക്കുന്നത്. ആ പൊടി കുഞ്ഞിനാണെങ്കിൽ ഇതൊന്നും അറിഞ്ഞും കൂടെ കേട്ടോ. ഇനി എന്തായാലും അറിയും. അത് കണ്ടൻ പൂച്ച കുറച്ച് ഇവരടുത്തോട്ട് വരുമ്പോഴേ അറിയുള്ളൂ. തൊട്ടടുത്ത് പരിസരത്ത് തന്നെ ഉള്ളതാണ്. ഇപ്പോൾ ഉടനെ ഇങ്ങോട്ടെത്തും. പിള്ളേരൊക്കെ പല വഴിക്ക് ഇവിടെ നിന്ന് ഓടും കേട്ടോ. അതുപോലെ മായും കുഞ്ചും മുഖത്തോട് മുഖം നോക്കി ഒന്ന് കണ്ടു. അടി കൂടുന്നതെന്നറിയില്ല. നമ്മുടെ കുഞ്ചുകുട്ടി ഞങ്ങളുടെ ജനലിൻ്റെ ഭാഗത്ത് വന്നിരിക്കുകയാണ്. അമ്മ കുഞ്ഞിനെ ഇവിടെ ആക്കിയിട്ട് ഈ കണ്ടം പൂച്ചയെ ഒന്ന് ഓടിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ട് കേട്ടോ. അത് കണ്ട് പിള്ളേരെല്ലാം മാറി ഇങ്ങോട്ട് വന്നു. അവനെല്ലാവരും കടിക്കും. അങ്ങനെ ഒരു ഏറ് കൊടുക്കാൻ തന്നെ ഒരു വശവും ഇവിടെ കിട്ടുന്നില്ല. അതുപോലെ തന്നെ കുഞ്ചുമോളെ കാണാത്തവരുണ്ടെങ്കിൽ നേരിൽ കണ്ടോളൂ. നാളെ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ഉടനെ തിരിച്ചു വരാം. ഓക്കെ.